ശ്രീ ജെ നന്ദകുമാർ, സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ 100 വർഷക്കാലത്തെ ജൈത്രയാത്ര എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ സംഘടനാ സംവിധാനത്തിന് പുറത്തു നിൽക്കുന്നവരെ സംബന്ധിച്ച് അതൊരു അത്ഭുതമാണ്. കാരണം 100 വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ 925-ലോ 920-ലോ ഒക്കെ മറ്റ് വിവിധ സംഘടനകൾ, ഇതേ കാലയളവിൽ തന്നെ രൂപപ്പെട്ട സംഘടനകൾ അവരവരുടെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് തുടങ്ങുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുന്ന കാഴ്ചകൾ, മറ്റു ചില സംഘടനകൾ വിവിധ ഗ്രൂപ്പുകളായി മാറുന്നു. മറ്റു ചിലർ അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീയതി സംബന്ധിച്ച് തന്നെ പല തട്ടുകളിലായി നിൽക്കുന്നു. ആ ഒരു വേളയിലാണല്ലോ സംഘം അതിൻ്റെ 925-ലെ രൂപീകരണ വേളയിലെ അതേ ലക്ഷ്യവുമായി ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം, ഇതിൻ്റെ നേട്ടം എന്താണ്? അല്ലെങ്കിൽ ഈ 100 വർഷം കൊണ്ട് ഈ സംഘടന രൂപീകരിച്ചത് കൊണ്ട്, ഈ നിലയിൽ പ്രവർത്തിച്ചത് കൊണ്ട് ഈ നാടിനുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അങ്ങ് ഏതൊക്കെ വിഷയങ്ങൾ എന്തൊക്കെയാകും ചൂണ്ടിക്കാണിക്കുക? സംഘത്തിൻ്റെ നേട്ടങ്ങൾ എന്നാണ് ചോദ്യമെങ്കിൽ, കൃത്യമായ ചോദ്യം എങ്കിൽ ഞാൻ പറയും, സംഘം 1925-ൽ ആരംഭിച്ച ഒരു നൂതനമായ പ്രവർത്തന പദ്ധതിയിലൂടെയാണ്. ഒരു പ്രവർത്തന മാർഗം സംഘത്തിനുണ്ടായിരുന്നു. അത് നിത്യേന ഒരിടത്ത് ഒരുമിച്ച് കൂടി രാഷ്ട്രകാര്യം ചിന്തിക്കുകയും അതിനനുസൃതമായി ശാരീരിക, മാനസിക, ബൗദ്ധിക പരിവർത്തനം ഉള്ളിൽ വരുത്തുകയും ചെയ്യുക. അതിന് പറ്റിയ കാര്യപരിപാടികൾ അഥവാ തികച്ചും നൂതനമായ, മുമ്പ് ഒരു സമാന്തരങ്ങളും ഇല്ലാത്ത, ഒരു സമാനതകളും ഇല്ലാത്ത ഒരു നൂതന പദ്ധതി കാഴ്ചവെച്ചു. അതാണ് സംഘത്തിൻ്റെ സ്വത്ത്, അതാണ് സംഘത്തിൻ്റെ ശക്തി, അതാണ് സംഘത്തിൻ്റെ സൗന്ദര്യം. കാരണം സംഘം ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ. സാധാരണ മാധവജി മാത്രമല്ല, ഗുരുജി ഉൾപ്പെടെയുള്ള ആൾക്കാരെന്ന് പറയാറുണ്ടായിരുന്നു, സംഘം ഒന്നും ചെയ്യില്ല, ശാഖ നടത്തുക ഒഴികെ. എന്നാൽ സ്വയം സേവകരെല്ലാം ചെയ്യുകയും ചെയ്യും, ഒന്നും വിട്ടുകളയുകയില്ല. സംഘ വിൽ നോട്ട് ഡു എനിത്തിങ് അതർ ദാൻ കണ്ടക്ടിങ് ശാഖ, ബട്ട് സ്വയം സേവക്സ് വിൽ നോട്ട് ലീവ് എനിത്തിങ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സംഘത്തിൻ്റെ നേട്ടമായി ഞാൻ എണ്ണുന്നത്, ഈ 100 വർഷമായിട്ടും ഒരു തരിമ്പ് പോലും തീവ്രത കുറയാതെ, നിഷ്ഠ കുറയാതെ, ജ്വലിക്കുന്ന ആത്മവിശ്വാസത്തോടെ ഇന്നും ആ ശാഖ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘടന, ആ ശാഖയാണ് സംഘത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്, ശക്തി. അതാണ് സമൂഹത്തിൻ്റെ മുമ്പാകെ സംഘം അവതരിപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ കർമ്മം. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ വശമുണ്ട്. ഈ ശാഖ എന്തിനാ? സ്വയം സേവകരെ സൃഷ്ടിക്കാനാണ്. ആ സ്വയം സേവകരെന്താ ചെയ്യേണ്ടത്? അവർ നേരത്തെ ഞാൻ തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ രുചിക്കും താല്പര്യത്തിനും കഴിവിനും ഒത്തവണ്ണമുള്ള പ്രവർത്തനങ്ങൾ, അത് സംഘടന എന്ന രൂപത്തിലാവാം, പ്രസ്ഥാനം എന്ന രൂപത്തിലാവാം, അതതിടങ്ങളിലെ സ്ഥാപനങ്ങളെന്ന നിലയിലാവാം, അവരത് സംഘടിപ്പിച്ചു. ചില പ്രത്യേക ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് പ്രവർത്തിച്ചു. അവയൊക്കെയും ഇന്ന് രാഷ്ട്രത്തിൻ്റെ ശക്തിയായി, രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായി ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. സ്വയം സേവകരുടെ പ്രവർത്തന ഫലമായിട്ടാണ് രാഷ്ട്രം വെല്ലുവിളികളെ നേരിട്ട സമയത്ത് നിഷ്പ്രയാസം അതിനെ അതിജീവിക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചത്. അത് വിഭജനത്തിൻ്റെ സന്ദർഭത്തിലെ വെല്ലുവിളിയായാലും, പിന്നീട് ഭാരതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ സമയത്തെ കാര്യങ്ങളായാലും, രാഷ്ട്രത്തിൻ്റെ സ്വത്വബോധത്തെ ഉണർത്തുക എന്ന മഹത്തരമായ കർമ്മം എന്ന നിലയിൽ രാമജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പിന്നിലും സ്വയം സേവകരുടെ ശ്രമഫലമായുണ്ടായ സാമൂഹ്യ ശക്തി. ഞാൻ അവിടെയും സ്വയം സേവർ മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നില്ല, പക്ഷേ സ്വയം സേവരുടെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായുണ്ടായ ഹൈന്ദവ സാമൂഹ്യ ശക്തി നിയമത്തിൻ്റെ മേഖലയിലേക്ക്, അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൻ്റെ മേഖലയിലേക്ക് സ്വയം സേവകരായ ആൾക്കാർ കടന്നു ചെന്ന് ഒട്ടനവധി പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ ഓരോന്നിനെയും അക്കവിട്ട് പറഞ്ഞു തുടങ്ങിയാൽ അത് തീരില്ല. വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങി അങ്ങ് കാശ്മീരിലെ 370 വകുപ്പ് വരെ നീളുന്നവയാണ് സംഘത്തിൽ നിന്ന് പ്രേരണ കിട്ടിയ സ്വയം സേവകരുടെ നേതൃത്വത്തിലോ അവരുടെ പ്രവർത്തന ഫലമായിട്ടോ അവരിൽ നിന്ന് പ്രേരണ കിട്ടിയ സമൂഹം ചെയ്ത പ്രവർത്തനമായിട്ടോ സംഭവിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുകയായി പരിശോധിച്ചാൽ ഈ സാമൂഹ്യ പരിവർത്തനത്തിന്, സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന്, വ്യവസ്ഥകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ലക്ഷാവധി സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു. നമ്മുടെ ഈ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം,
സംഘസ്ഥാപനം നടക്കുവോളം ഹിന്ദു സമൂഹം ഇത്രയും വൻതോതിൽ, ഞാൻ പറയുന്നില്ല ആശ്രമങ്ങളോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോ ഒറ്റപ്പെട്ട സേവന പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, നടത്തുന്നുണ്ട്. പക്ഷേ അതൊരു സമൂഹത്തിൻ്റെ വികാരമായി പരിണമിക്കുന്നത് സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പറയുമ്പോൾ സ്വയംസേവക നേതൃത്വത്തിലാണ്. വനവാസികൾ ഒരർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തും മൃഗങ്ങളെക്കാൾ താഴെ തട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തി അവഗണിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച വനവാസി സഹോദരങ്ങൾക്ക് ഈ ഭാരതത്തിൻ്റെ മുഖ്യധാരയിൽ സ്ഥാനം ലഭിച്ചത് എങ്ങനെയാണ് അവർ ഭാരതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കാൻ തുടങ്ങിയത്? എന്തിനേറെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ പോലും അവർക്ക് സ്ഥാനമുണ്ടായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞത് ആരിലൂടെയാണ്? ഇവയൊക്കെയും സ്വയംസേവക പ്രവർത്തന ഫലമായി ഉണ്ടായ നേട്ടങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സംഘത്തിൻ്റെ ശാഖയാണ് സംഘത്തിൻ്റെ ശക്തി. അതൊന്നു മാത്രമാണ് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നിർമ്മിക്കപ്പെടുന്ന സ്വയംസേവകരുടെ പ്രവർത്തന ഫലമായി അവരുടെ നേതൃത്വത്തിലും പ്രേരണയിലും ഒട്ടനവധി എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരാൻ കഴിയും. അത് നമ്മുടെ നേട്ടമെന്ന് എണ്ണണമെങ്കിൽ സംഘം ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും വലിയൊരു നമ്മുടെ ഒരു നേട്ടമാണ് എന്ന നിലയ്ക്കൊന്നും പറയാറില്ല, പ്രചരിപ്പിക്കാറില്ല. അത് സംഘത്തിൻ്റെ പദ്ധതിയേ അല്ല. ഇപ്പോൾ ഇന്നലെ തന്നെ സംഘത്തിൻ്റെ 100-ാം വർഷം പ്രമാണിച്ച് ഒരു പോസ്റ്റൽ സ്റ്റാമ്പും ഒരു സ്പെഷ്യൽ കോയിനും പുറത്തിറക്കി 100 രൂപയുടെ. ആ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട മുദ്രകളുണ്ട്, ചിത്രങ്ങളുണ്ട്. ഒന്ന് 1963 ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ സ്വയംസേവകർ മാർച്ച് ചെയ്യുന്ന ചിത്രമാണ്. മറ്റൊന്ന് സേവന രംഗത്ത് സ്വയം മറന്നു പ്രവർത്തിക്കുന്ന സ്വയംസേവകരുടെ ചിത്രമാണ്. അതിൽ സത്യത്തിൽ സംഘത്തിൻ്റെ ഏറ്റവും വലിയ സംഘം കാരണമോ സ്വയംസേവക കാരണമോ ഉണ്ടായിട്ടുള്ള വലിയ നേട്ടമായിട്ട് നമുക്ക് എണ്ണാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നേരത്തെ തുടക്കത്തിൽ ഗൗതം ചോദിച്ചു, മോഹൻദാസ് ചോദിച്ച ചോദ്യത്തിൽ പറയുണ്ടായി ഈ വിമർശനങ്ങൾ ഉണ്ടാവുന്നു എന്ന്. ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ സംഘത്തിന് പങ്കുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ഉന്നയിക്കാറുണ്ട്. സാധാരണ സംഘ അധികാരികൾ പറയും സംഘത്തിനൊരു പങ്കുമില്ല, പക്ഷേ സ്വയംസേവകർക്ക് പങ്കുണ്ട്. ഡോക്ടർ ഹെഡ്ഗവാർ എന്ന സംഘസ്ഥാപകൻ തുടങ്ങി ഇങ്ങോട്ട് ഹേമു കലാനി പോലെയുള്ള സിന്ധിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട, ഗോവൻ വിമോചനത്തിൽ പങ്കെടുത്ത് പോർച്ചുഗീസുകാരുടെ വെടികൊണ്ട് മരിച്ച ഉജ്ജയിൻ മഹങ്കാൽ എന്ന് പറയുന്ന യുവാവായ പ്രചാരകൻ ഉൾപ്പെടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രമാകാന്ത് ദേശ്പാണ്ഡെയാണ് ബാബാ സാഹേബ് ദേശ്പാണ്ഡെ, അദ്ദേഹമാണ് വനവാസി കല്യാണാശ്രമം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു വിദർഭയിലെ വലിയൊരു പ്രദേശം തന്നെ മോചിതമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയത്. അഷ്ടി ചിമൂർ എന്ന് പറയുന്ന ഗ്രാമം മോചിതമാക്കി. ദിവസങ്ങൾക്കുള്ളിൽ വർദ്ധിച്ച സൈന്യസന്നാഹത്തോടെ ബ്രിട്ടീഷുകാരെത്തുകയും വെടിവെച്ച് അവിടുത്തെ ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്തു. അന്ന് കൊലപ്പെട്ടവരിൽ ഏതാണ്ട് എല്ലാവരും അഷ്ടി ചിമൂറിലെ സംഘ സ്വയംസേവകരായിരുന്നു. അവർക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിലാണ് ബാബാ സാഹേബ് ദേശ്പാണ്ഡെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തത്. പിൽക്കാലത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളിൽ പലരും മോചിതരായ കൂട്ടത്തിൽ രമാകാന്ത് ദേശ്പാണ്ഡെ അഥവാ ബാബാ സാഹേബ് ദേശ്പാണ്ഡെ മോചിതനായി. അദ്ദേഹമാണ് വനവാസി കല്യാണാശ്രമം ആരംഭിച്ചത്. അണ്ണാജി സോഹ്നി, ബാലാജി ഹുദ്ദാർ തുടങ്ങിയ സംഘത്തിൻ്റെ അഖില ഭാരതീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അടക്കം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് സ്വയംസേവകരെന്ന നിലയ്ക്കാണ്. സംഘത്തിൻ്റെ പ്രവർത്തനം ശാഖ വ്യക്തി നിർമ്മാണം എന്നതാണ്. ഇതിനെ രണ്ടിനെയും ഒരർത്ഥത്തിൽ വേണമെങ്കിൽ എനിക്ക് ഇതൊക്കെയും സംഘത്തിൻ്റെ നേട്ടങ്ങളായി എണ്ണാം. പക്ഷേ ഒരു സംഘ കാര്യകർത്താവ് പ്രചാരകൻ എന്ന നിലയ്ക്ക് ഒരു പൊതുമാധ്യമത്തിൻ്റെ മുമ്പിലാണെങ്കിൽ പോലും എനിക്ക് പറയാൻ കഴിയുന്നത് സംഘത്തിൻ്റെ നേട്ടമെന്നത് ഇത്തരം വ്യക്തികളെ നിർമ്മിക്കാൻ കഴിവുറ്റ ഒരു ശക്തമായ നിർമ്മാണ കേന്ദ്രം, വളരെ നൂതനമായ, ആവർത്തിക്കട്ടെ, ഒരു മുൻകാല സമാന്തരങ്ങളോ സമാനതകളോ ഇല്ലാത്തൊരു പുതിയ പദ്ധതി. ഡോക്ടർ ഹെഡ്ഗവാറിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഓർമ്മിപ്പിക്കാറുള്ളത് ഇത്തരം ഒരു പദ്ധതി വിഭാവനം ചെയ്തു എന്നതാണ്. സാധാരണ മനുഷ്യർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ വിഷമമുള്ള ഒരു പദ്ധതി അതിന്നും ശക്തമായി തുടരുന്നു എന്നതാണ് സംഘത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതാണ് ഇന്ന് ലോകത്ത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും സംഘടനാ വിദഗ്ധന്മാരും ഒക്കെ പഠനവിധേയമാക്കുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ വിജയദശമി ദിവസം ആ പരിപാടി കാണാനും
കാണാൻ വേണ്ടി മാത്രമല്ല, സംഘത്തെ പഠിക്കാനുമായിട്ട് ഒട്ടനവധി വിദേശ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ വന്നു. അതിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ് ഏറ്റവും കൂടുതൽ. അവരുടെ ഒക്കെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതെന്താണ്, ഇതിൻ്റെ രഹസ്യം എന്ന് മനസ്സിലാക്കലായിരുന്നു. ഇന്നും ഇത് തുടരുന്നതിൻ്റെ കാരണം എന്താണ്, വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, അതിലവരെല്ലാവരും എത്തിച്ചേരുന്ന നിഗമനം, ഇന്നത്തെ ബൗദ്ധിക്കിലും ഡോക്ടർ മോഹൻ ഭാഗവത് ആ വസ്തുത വളരെ കൃത്യമായി പറഞ്ഞു. ശാഖയാണ് ഏറ്റവും വലിയ ശക്തി, അതാണ് സംഘത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും.